ലോങ്സ്റ്റ് സസ്റ്റൈൻഡ് ഡ്രിഫ്റ്റ് ഇൻ എ വെഹിക്കിൾ. സംഭവം നടക്കുന്നത് 2013-ലാണ്. വണ്ടി ഒരു BMW M5 F10, 507 ഹോഴ്സ് പവർ. ഡ്രൈവർ ജോഹാൻ ഷ്വാർട്സ്. ആളൊരു BMW പെർഫോമൻസ് സെന്റർ ഇൻസ്ട്രക്ടറാണ്. ആളിട്ടത് 82 കിലോമീറ്ററിന്റെ ഡ്രിഫ്റ്റാണ്. 82 കിലോമീറ്ററിന്റെ ഡ്രിഫ്റ്റ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു റെക്കോർഡ്, ആ ഒരു വേൾഡ് റെക്കോർഡിന് അധികം ആയുസുണ്ടായിരുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ടൊയോട്ടയുടെ 86 GT വെച്ച് ഹാരോൾഡ് മുള്ളർ എന്ന ആള് 168 കിലോമീറ്റർ ഡ്രിഫ്റ്റ് അടിച്ചാൽ അങ്ങ് പൊട്ടിച്ചു. അത് ഇയാൾക്ക് പൊട്ടി. ഇയാൾ എന്ത് ചെയ്തു? ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിക്ക് 2 വേൾഡ് റെക്കോർഡ് ഒരൊറ്റ ട്രയൽ അങ്ങ് പൊട്ടിച്ചു. സംഭവം നടക്കുന്നത് 2017. ഇപ്പോൾ വണ്ടി ഒരു BMW M5 F90 ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പെട്രോൾ തീരൂലേ? പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ആൾ പുതിയൊരു റീഫ്യൂലിംഗ് മെത്തേഡും കൂടി വണ്ടിയിൽ വെച്ചിട്ടാണ് ഡ്രിഫ്റ്റ് അടിച്ചിറങ്ങിയത്. ഡ്രിഫ്റ്റ് അടിച്ചത് 8 മണിക്കൂറാണ്. 232 മൈൽസ്, അതായത് 377 കിലോമീറ്റർ. അതിൽ ഫസ്റ്റ് റെക്കോർഡ് ലോങ്സ്റ്റ് ഡ്രിഫ്റ്റ് ഇൻ 8 hours. സെക്കൻഡ് റെക്കോർഡ് എന്താ വെച്ചാൽ ഈ വണ്ടി പെട്രോൾ തീരാറാവുമ്പോൾ വേറൊരു BMW M5 F10 കൂടെ ഡ്രിഫ്റ്റ് അടിച്ചിട്ടാണ് റീഫ്യൂൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടി നിർത്താതെ നോൺ